പെയിൻ ശല്യം മാറ്റാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകാനുമായിട്ടുള്ള ഒരു ഓയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 പിടി തുളസിയിലയും ഒരു തണ്ട് അലോവേരയുമാണ്, അഥവാ കറ്റാർവാഴ. തുളസി നമുക്കറിയാം പെയിൻ്റെ ശല്യം മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. തുളസി തലയിൽ ഇങ്ങനെ കെട്ടിവെച്ച് രാത്രി കിടന്നുറങ്ങുന്നതും വളരെ നല്ലതാണ്. ഈ 2 പിടി തുളസിയില നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തുളസിയിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അലോവേര അഥവാ കറ്റാർവാഴ ചെറിയ പീസായിട്ട് മുറിച്ച് ഇതിൻ്റെ ഒപ്പം ചേർക്കാം. നോർമലി എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് കറ്റാർവാഴ മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചാണ് ഞാൻ ചേർക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു എണ്ണയുടെ വീഡിയോ ചെയ്തപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറ്റാർവാഴയുടെ പൾപ്പ് മാത്രമാണ് എടുക്കണമെന്നുള്ളത്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ സാധാരണ മുഴുവനായിട്ടാണ് എടുക്കാറുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇത് നരച്ചെടുക്കാം. അലോവേരയിലുള്ള വെള്ളത്തിൻ്റെ അംശം കാരണം നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടും. നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റി കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ കാച്ചിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തേക്കുന്ന ഈ ഒരു കൂട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുൻപ് എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർമലി എണ്ണ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യണം എന്നുള്ളത്. എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. 400 ml വെളിച്ചെണ്ണ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 400 ml വെളിച്ചെണ്ണയ്ക്ക് 2 പിടി തുളസിയും ഒരു തണ്ട് കറ്റാർവാഴയുമാണ് യൂസ് ചെയ്തേക്കുന്നത്. വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. എണ്ണ കാച്ചുമ്പോൾ ഇതിൻ്റെ ഒരു പാകം വളരെ പ്രധാനമാണ്. നമുക്കിനി ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം നമുക്ക് എണ്ണ പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട്. എണ്ണ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഹൈയിൽ വെച്ചേക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു എണ്ണ തലയിൽ തേക്കാൻ മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ മേത്ത് തേച്ച് കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു എണ്ണയാണ് തേച്ച് കുളിപ്പിക്കുന്നത്. ഈ ഒരു എണ്ണ തേക്കുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ തേച്ചൊരു എഫക്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആവും ബേബിയുടെ സ്കിന്നൊക്കെ. ഈ ഒരു എണ്ണ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിലെ ജലാംശമൊക്കെ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൽ കുറച്ചെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. അത് പെട്ടെന്ന് തന്നെ കാറച്ചു പോകും. അതേസമയം ഈ ഒരു എണ്ണ കരിഞ്ഞു പോകാനും പാടില്ല. കരിഞ്ഞു പോയാൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് എണ്ണ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് വച്ചേക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അലോവേരയുടെ ജലാംശമാണ് ഈ മുകളിൽ കുമള പോലെ കാണുന്നത്. അതൊക്കെ മാറി വറ്റി വരണം. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എണ്ണയുടെ കളറ് ഗ്രീനായിട്ട് മാറുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ എണ്ണയുടെ കളറ് നോർമൽ കോക്കനട്ട് ഓയിലിൻ്റെ കളറായിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ ഗ്രീനായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ചേർക്കാൻ പാടില്ല എന്ന്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബബിൾസ് ഇതൊന്ന് പൊട്ടിത്തീരാനായിട്ട് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേണം എണ്ണ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, നമ്മുടെ എണ്ണയുടെ കളറ് പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ട് ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ഈ ഒരു പരുവത്തിനാകും. അതായത് ഒരു ഗ്രീൻ കളറായിട്ടുള്ള ബബിൾസ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ചെറിയ ചെറിയ കുമ്പളയും കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കണം. മീഡിയത്തിൽ നിന്ന് സിമ്മിലേക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഇരുമ്പ് ചീനച്ചട്ടിക്ക് ഒരു ചൂടുണ്ടാകും. അതിലിരുന്ന് നമ്മുടെ എണ്ണ നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച്
ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഒട്ടും തന്നെ ജലാംശമില്ലാത്ത ഒരു പാത്രവും തുണിയും വേണം നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇതുപോലെ ഒരു കെട്ടുണ്ടാക്കിയിട്ട് ഒരു തവി ഉപയോഗിച്ച് നമുക്ക് എണ്ണ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ എണ്ണയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അലോവേരയും അതുപോലെ തന്നെ തുളസിയുടെ ഇലയും ഒരു മട്ടിയായിട്ട് മുകളിൽ നമുക്ക് കിട്ടും. ഈ എണ്ണയ്ക്ക് ചെറിയൊരു ചൂടുള്ളപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ആ മട്ടിയിൽ നിന്ന് മുഴുവൻ എണ്ണ നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതുപോലെ അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ മട്ടി ഇതുപോലെ നമുക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന എണ്ണ ഈ പാത്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മട്ടി നമുക്ക് പതുക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. അതിലുള്ള എണ്ണയും കൂടെ നമുക്ക് എടുക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലിൽ ഇതൊഴിച്ച് സ്റ്റോർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിലും നല്ല ക്ലീൻഡ് ആയിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനുള്ളത് മാത്രം ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഫില്ല് ചെയ്യും. ബാക്കിയുള്ളത് മറ്റൊരു ഗ്ലാസ് ബോട്ടിലായിട്ട് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ എണ്ണ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ ഏറെ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. എടുക്കുന്ന സമയത്തും ഒട്ടും തന്നെ കയ്യിൽ ജലാംശമില്ലാന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എണ്ണ കാച്ചുന്നതിനെ പറ്റി പറഞ്ഞു തന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ ആൻഡ് താനു. ബൈ.